بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. ഖൗഫും റജാഉം ഒരു മനുഷ്യൻ്റെ ബോധമായി മാറുന്നതിന് 3 അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണമെന്നാണ് പറഞ്ഞത്. ഒന്നാമത്തത് അള്ളാഹുവിൻ്റെ ഖൗഫിനെ സംബന്ധിച്ചും റജാഇനെ കുറിച്ചുമുള്ള ആയത്തുകൾ. ഖൗഫിനെ കുറിച്ചുള്ള ആയത്തുകൾ, റജാഇനെ കുറിച്ചുള്ള ആയത്തുകൾ, ഖൗഫും റജാവും സമ്മിശ്രമായിട്ടുള്ള ആയത്തുകൾ. അതാണ് ഇന്നലെ പറഞ്ഞത്. അൽ അസ്ലുസാനി, രണ്ടാമത്തെ അസ്ല്, ഫി അഫ്ആലിഹി അസ്സ വജല്ല വ മുആമലാത്തിഹി, അള്ളാഹുവിൻ്റെ ഫിഅലുകൾ, അവൻ്റെ കർമ്മങ്ങൾ, ക്രിയകൾ, അവൻ ചെയ്യുന്ന പ്രവൃത്തികൾ, വ മുആമലാത്തിഹി, അവൻ്റെ ഇടപെടലുകൾ, അവൻ്റെ സൃഷ്ടികളുമായിട്ടുള്ള ഇടപെടലുകൾ, അതിനെക്കുറിച്ചുള്ള അസ്ലാണ്. അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കണം. അമ്മാമിൻ ജാനിബിൽ ഖൗഫി, അവിടെ ഖൗഫിൻ്റെ ഭാഗത്തിലൂടെയുള്ളതും അതുപോലെ തന്നെ റജായിൻ്റെ ഭാഗത്തിലൂടെയുള്ളതുമാണ്. ആദ്യം ഖൗഫിൻ്റെ ഭാഗത്തിലൂടെയുള്ള അള്ളാഹുവിൻ്റെ ഇടപെടലിനെ കുറിച്ചുള്ള ചരിത്രങ്ങളും ഒക്കെയാണ് പറയുന്നത്. അമ്മാമിൻ ജാനിബിൽ ഖൗഫി, അപ്പോൾ ഖൗഫിൻ്റെ ഭാഗത്തിലൂടെ ഫഅലം, നീ അറിയണം, അന്ന ഇബ്ലീസ, നിശ്ചയമായും ഇബ്ലീസ്, അബദഹു, അള്ളാഹുവിനെ അവൻ ആരാധിച്ചു, സമാനീന അൽഫസനത്തിൻ, 80,000 വർഷം. ഫലം യത്രുക്, അവൻ ഉപേക്ഷിച്ചില്ല, ഫീമാ ഖീല, പറയപ്പെട്ടതനുസരിച്ച്, മൗദിഅ ഖദമിൻ, ഒരു ഖദമിൻ്റെ മൗദു പോലും അവൻ ഉപേക്ഷിച്ചില്ല. അവൻ ഒരു കാല് വെക്കുന്ന സ്ഥലം പോലും സുജൂദ് ചെയ്യാതെ ഉപേക്ഷിച്ചില്ല. ഇല്ലാ ഫസജദ ലില്ലാഹി തആല, അള്ളാഹുവിന് വേണ്ടി അവൻ സജദ ചെയ്തിട്ടല്ലാതെ, ഫീഹി, ആ സ്ഥലത്ത്, സജദത്തൻ, അത് തൈക്കീദിന് വേണ്ടി പറഞ്ഞതാണ്, മഫ്ഊല് മുത്തലക്ക്. ഓരോ കാല് വെക്കുമ്പോഴും അവൻ അവിടെ സുജൂദ് ചെയ്യുമായിരുന്നു. അവൻ്റെ ലോകത്ത് അവന് സുജൂദ് ചെയ്യാത്ത ഒരു സ്ഥലവുമില്ല. 80,000 വർഷം സുജൂദ് ചെയ്തു. സുമ്മ, പിന്നീട്, തറക്ക, അവൻ ഉപേക്ഷിച്ചു, അമ്രൻ വാഹിദൻ, അള്ളാഹുവിൻ്റെ ഒരു കൽപ്പനയെ ഉപേക്ഷിച്ചു. നബിയുല്ലാഹി ആദം അലൈഹി ഇസ്ലാമിനെ പടച്ചപ്പോൾ മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. ഫതറദഹു, അള്ളാഹു തആല അവനെ ആട്ടി ഓടിച്ചു, അൻ ബാബിഹി, അള്ളാഹുവിൻ്റെ വാതിലിനെ തൊട്ട്, അവൻ്റെ പരിശുദ്ധമായ റഹ്മത്തിൻ്റെ ബാബിനെ തൊട്ട് അവനെ അള്ളാഹു ആട്ടി ഓടിച്ചു. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. വളറബ ബിവജ്ഹിഹി, അവൻ്റെ മുഖത്തേക്ക് അള്ളാഹു അടിച്ചു കൊടുത്തു, ഇബാദത്ത് സമാനീന അൽഫസന, 80,000 വർഷത്തെ ഇബാദത്തിനെ അള്ളാഹു അവൻ്റെ മുഖത്ത് അടിച്ചു കൊടുത്തു. വലഅനഹു, അള്ളാഹു അവനെ ശപിച്ചു, ഇലാ യൗമിദ്ദീൻ, ഖിയാമത്ത് നാൾ വരെ. അള്ളാഹു കാമിലായ ഈമാനും സഹീഹായ യഖീനും സലീമായ ഖൽബും നൽകി സാധുക്കളായ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഇബ്ലീസിന്റെ ഇതിൽ പെടാണ്ട് നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. വഅദ്ദ ലഹു, അള്ളാഹു അവന് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്, അദാബൻ അലീമൻ, അലീമായ ശിക്ഷയെ, വേദനിക്കുന്ന ശിക്ഷയെ, ഇലാ അബദിൽ ആബിദീൻ, ഹത്താ, എത്രത്തോളം, റുവിയ, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, അന്ന സാദിഖൽ അമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലവാത്തുല്ലാഹി അലൈഹി വസലാമു റആ, അവിടുന്ന് കണ്ടു, ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടു, മുതഅല്ലിഖൻ ബി അസ്താരിൽ കഅബത്തി, കഅബയുടെ കില്ലയെ ോട് ബന്ധിച്ചവരായ നിലയിൽ, മുതഅല്ലിഖൻ, അദ്ദേഹം ബന്ധിച്ചവനായ നിലയിൽ, ബി അസ്താരിൽ കഅബത്തി, കഅബയുടെ സിത്റുകളോട്, എന്ന് പറഞ്ഞാൽ കഅബയുടെ കില്ല തൂക്കിയിട്ടിരിക്കുന്ന, കഅബയുടെ പുറത്ത് തൂക്കിയിട്ടിരിക്കുന്ന ആ കർട്ടൻ, അതിൽ പിടിച്ചിട്ട്, ബഹുവ, ഓരോ വർഷവും ആ കർട്ടൻ മാറ്റിക്കൊണ്ടിരിക്കും. അന്നും ഉണ്ടായിരുന്നു, എല്ലാ കാലത്തുമുണ്ട്. മലക്കുകൾ പടച്ചതാണ്, ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ് കഅബ. പിന്നീട് ഇബ്രാഹിം അലൈഹി സ്വലാം പുതുക്കി പണിതു, പിന്നെ പലരും പുതുക്കി പണിതുകൊണ്ടേയിരുന്നു. അപ്പൊ അന്ന് മുതലേ കഅബയ്ക്ക് മൂട് ഇടുന്ന ഒരു സ്വഭാവമുണ്ട്. അവന് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അറബികൾ ഇങ്ങനെ ഈ കർട്ടൻ ഇടുമായിരുന്നു. ആ കർട്ടനിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ജിബ്രീൽ അലൈഹി സ്വലാം. ബഹുവ, അദ്ദേഹം യസ്റഹു, അദ്ദേഹം അട്ടഹസിച്ച് കരയുന്നു, വൈനാദി, അദ്ദേഹം വിളിച്ചു പറയുന്നു, ഇലാഹി, എൻ്റെ ഇലാഹേ, വസയ്യിദി,
എൻ്റെ ഇലാഹെ, എൻ്റെ യജമാനനെ, ലാ തുഗയ്യിർ ഇസ്മി, എൻ്റെ പേര് നീ വ്യത്യാസപ്പെടുത്തല്ലേ. ഇബ്ലീസിന്റെ പേര് അസാസിൽ എന്നായിരുന്നു, നല്ല പേരായിരുന്നു. ഇബ്ലീസ് എന്ന പേരിൽ അള്ളാഹു തആല മാറ്റിക്കളഞ്ഞു. അതുപോലെ പടച്ചവനെ എൻ്റെ പേര് നീ വ്യത്യാസപ്പെടുത്തല്ലേ. വലാ തുബദ്ദിൽ ജിസ്മി, എൻ്റെ ജിസ്മിനെ നീ മാറ്റിമറിക്കല്ലേ, ഇപ്പോൾ ഉള്ള അവസ്ഥയല്ലാതെ വേറൊരു അവസ്ഥയിലേക്ക് എന്നെ ആക്കല്ലേ എന്ന് ജിബ്രീൽ അലൈഹി സ്വലാം ദുആ ചെയ്യുന്നതായിട്ട് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. എത്രയോ വലിയ പുള്ളിയായിരുന്നു ഇബ്ലീസ്. പിന്നീട് എന്തായി? അള്ളാഹുവിന്റെ ഒരു കൽപ്പന ഉപേക്ഷിച്ചതിന്റെ പേരിൽ. ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണമെന്നാണ് പറഞ്ഞത്. പിന്നീട് ആദമു സല്ലല്ലാഹു അലൈഹി വസല്ലം, ആദം അലൈഹിസ്സലാം സഫിയ്യുഹു വ നബിയ്യുഹു, അള്ളാഹുവിന്റെ സഫിയാണ്, അള്ളാഹുവിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. വ നബിയ്യുഹു, അള്ളാഹുവിന്റെ നബിയാൻ. അല്ലദീ ഖലഖഹു ബിയദിഹി, ആരാണ് അദ്ദേഹം? അദ്ദേഹത്തിന് അള്ളാഹു അവന്റെ പ്രത്യേകമായ ഖുദ്റത്ത് കൊണ്ട് പടച്ചതാണ്. അവന്റെ കൈ കൊണ്ട് പടച്ചു എന്ന് പറഞ്ഞാൽ പ്രത്യേകമായി അവന്റെ നേരിട്ടുള്ള ഇടപെടലാണ് പടച്ചത്. വ അസ്ജദ ലഹു, അള്ളാഹു താല അയാൾക്ക് വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി സുജൂദ് ചെയ്യിപ്പിച്ചു. മലായിക്കത്തുഹു, അള്ളാഹുവിന്റെ മലക്കുകളെ അദ്ദേഹത്തിന് വേണ്ടി സുജൂദ് ചെയ്യിപ്പിച്ചു. വഹമലഹു, അള്ളാഹു അദ്ദേഹത്തിനെ ചുമന്നുകൊണ്ട് നടന്നു. അല അനാക്കിഹിം, മലക്കുകളുടെ ചുമലുകളുടെ മേൽ അദ്ദേഹത്തിനെ ചുമന്നുകൊണ്ട് നടന്നു. ഇലാ ജിവാരിഹി, അവന്റെ ജിവാറിലേക്ക്, അവന്റെ സാമീപ്യത്തിലേക്ക്. അങ്ങനത്തെ ആദം അലൈഹിസ്സലാം ഇംബസത്ത, സ്വർഗത്തിൽ അദ്ദേഹം അല്പം വിശാലത കണ്ടു. ഇംബസത്ത, അല്പം വിശാലത കണ്ടു. എന്തുമാകാമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞതുപോലെയാണത്. ഇത്രയും വലിയ അനുഗ്രഹമൊക്കെ ആണല്ലോ, എന്തുമാകാമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞ പോലെയാണ്. അങ്ങനെ ഫാക്കല, അദ്ദേഹം തിന്നു. അക്കലത്തൻ വാഹദത്തൻ, ഒറ്റ ഒരു തീറ്റ, ഒരു പഴം പറിച്ച് തിന്നു. തിന്നരുതെന്ന് പറഞ്ഞത് തിന്നു. ലം യുദൻ ലഹു ഫിഹ, അദ്ദേഹത്തിന് അനുമതി നൽകപ്പെട്ടിരുന്നില്ല. ഫിഹ, ആ തീറ്റയിൽ. അപ്പൊ എന്താ സംഭവിച്ചത്? ഫനൂദിയ, വിളിച്ചു പറയപ്പെട്ടു. അല, അറിയുക, ലാ യുജാവിറുനി, എന്റെ അയലത്തിൽ ഇരിക്കാൻ പാടില്ല. മൻ അസാനി, എന്നോട് എതിര് ചെയ്തവൻ. എന്നോട് എതിര് ചെയ്തവൻ എന്റെ അയൽക്കാരനാകാൻ പറ്റില്ല. അമറൽ മലായികത്ത, മലക്കുകളോട് അള്ളാഹു കൽപ്പിച്ചു. അല്ലദീന ഹമലു സരീറഹു, അദ്ദേഹത്തിന്റെ ശരീറിനെ, കട്ടിലിനെ ചുമന്നുകൊണ്ട് നടന്ന മലക്കുകളോട് അള്ളാഹ് കൽപ്പിച്ചു. യസുജൂനഹു, അദ്ദേഹത്തിനെ ദഫ് ചെയ്യാൻ, അവിടെ നിന്ന് തട്ടി മാറ്റാൻ. മിൻ സമാഇൻ ഇലാ സമായിൻ, ഒരാകാശത്ത് നിന്ന് അടുത്ത ആകാശത്തിലേക്ക് തട്ടി മാറ്റിക്കൊണ്ടേ പോകുവാൻ അള്ളാഹു താല ആ മലക്കുകളോട് കൽപ്പിച്ചു. ആ കട്ടിലിനെ ഇങ്ങനെ തട്ടി മാറ്റിക്കൊണ്ടേയിരിക്കാൻ, അതിനെ തട്ടി മാറ്റിക്കൊണ്ടേയിരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സാമീപ്യത്തിൽ നിന്നും മാറ്റിക്കൊണ്ടേയിരിക്കാൻ. ഹത്ത, അങ്ങനെ ഔഖഉഹു, അദ്ദേഹത്തിനെ അവർ കൊണ്ടിട്ടു. ബില്ലർളി, ഭൂമിയിൽ കൊണ്ടിട്ടു. എറിഞ്ഞു എന്നർത്ഥത്തിലല്ല, ഭൂമിയിലേക്ക് ഇറക്കിയെന്ന അർത്ഥത്തിലാണ്. വലം യഖ്ബൽ, അള്ളാഹ് സ്വീകരിച്ചില്ല. തൗബത്തോ, അദ്ദേഹത്തിന്റെ തൗബയെ. ഫീമാ റുവിയ, റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസ് അനുസരിച്ച് തൗബയെ സ്വീകരിച്ചില്ല. ഹത്ത, എത്രത്തോളം? ബക്ക, അദ്ദേഹം കരഞ്ഞു. അലാദാലിക്ക, ആ തെറ്റിന്റെ മേൽ. മിഅത്തൈ സനത്തിന്, 200 കൊല്ലം കരഞ്ഞു. വലഹിഖഹു, അദ്ദേഹത്തിന് വന്നു ചേർന്നു. മിനൽ ഹവാനി വൽ ബലായി, നിസാരതയാലും വൽ ബലായി, പരീക്ഷണത്തിനാലും അദ്ദേഹത്തിന് വന്നു ചേർന്നു. മാ ലഹിഖഹു, അദ്ദേഹത്തിന് വന്നു ചേർന്നതെല്ലാം വന്നു ചേർന്നു. മാ, ഒന്ന്, ലഹിക്കാതെ വന്നു ചേർന്നു. ഹു, അദ്ദേഹത്തിന് എന്തെല്ലാം വന്നു, വരേണ്ടതൊന്നും ഇനി വേറൊന്നും ബാക്കിയില്ല. അങ്ങനെയുള്ള എല്ലാ ബുദ്ധിമുട്ടും പരീക്ഷണം അദ്ദേഹത്തിന് വന്നു. അതിന്റെ ഫലമാണ് ഇന്നും സന്താനങ്ങൾ അനുഭവിക്കുന്നത്. വബഖിയത്ത് ദുർരിയത്തുഹു, അദ്ദേഹത്തിന്റെ സന്താനങ്ങൾ ശേഷിച്ചു. ഫി തബിആത്തി ദാലിക, അതിന്റെ തുടർച്ചകളിൽ. അലൽ അബദി, കാലാകാലം അത് തന്നെ, അതിന്റെ ബാക്കി, അതിന്റെ അംശം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അള്ളാഹുവിന്റെ മക്റിനെ സൂക്ഷിക്കണമെന്നാണ്. പടച്ചതമ്പുരാൻ, ലാ യഅ്മനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ, നേരത്തെ വന്നതാണ്. അള്ളാഹുവിന്റെ മക്ർ, അവന്റെ അത് കുതന്ത്രവും തന്ത്രം എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ, വേറൊരു മലയാളത്തിൽ പറയാൻ പറ്റില്ല. ആ മക്റിൽ നിന്നും പിന്നെ നിർഭയനാവുകയില്ല പരാജയപ്പെട്ടവനല്ലാതെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഏത് നിമിഷവും അള്ളാഹുവിന്റെ അടിമകളാണെന്നാ നമ്മളെ എന്തും ചെയ്യാനുള്ള അവകാശം അള്ളാഹുവിനുണ്ട്. പിന്നീട് അദ്ദേഹം പറയാണ്, സുമ്മ ഇന്ന നൂഹൻ അലൈഹിസ്സലാം, പിന്നീട് നൂഹ് നബി അലൈഹിസ്സലാം ഷെയ്ഖൽ മുർസലീൻ, അതായത് മുർസലുകളുടെ ഷെയ്ഖാണ് അദ്ദേഹം. സ്വലവാത്തുല്ലാഹി വസലാമുഹു അലൈഹി വഅലൈഹിം അജ്മഈൻ,
അദ്ദേഹത്തിന്റെ മേലും മുഴുവൻ നബിമാരുടെ മേലും ഉണ്ടാവട്ടെ. അല്ലദീ അങ്ങനത്തെ നബി നൂഹ് അലൈഹി ഇസ്ലാമാണ്. യഹ്തമല അദ്ദേഹം സഹിച്ചു, ഫി അംരി ദീനിഹി അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ, മഹ്തമല എന്തൊക്കെ സഹിക്കേണ്ടി വന്നു അതിനൊക്കെ അദ്ദേഹം സഹിച്ചു. ലം യഖുൽ അദ്ദേഹം പറഞ്ഞില്ല, ഇല്ലാ കലിമത്തൻ വാഹിദത്തൻ ഒരൊറ്റ വാക്കല്ലാണ്ട് ആകെ അദ്ദേഹം പറഞ്ഞ അതാണ്. ഒറ്റ വാക്ക് മാത്രമാണ് അദ്ദേഹത്തിന്റെ വായിൽ നിന്നും വന്ന പിന്നെ തെറ്റ്. ഇന്ന ബിനീമിൻ അഹ്ലി, പടച്ചവനെ എന്റെ മകൻ എന്റെ കുടുംബത്തിൽപ്പെട്ടതാണല്ലോ, നീ രക്ഷപ്പെടുത്താന്ന് പറഞ്ഞതല്ലേ. അപ്പൊ വളരെ ഗൗരവത്തിൽ അള്ളാഹു തആല അതിന് മറുപടി കൊടുത്തു. അതായത് കപ്പലിൽ കയറാൻ പറഞ്ഞിട്ട് കയറിയില്ല. ആ മകനെ സംബന്ധിച്ചാണ് അദ്ദേഹം ദുആ ചെയ്തത്. അപ്പൊ കുടുംബത്തിനോട് താല്പര്യം അദ്ദേഹത്തിന് വന്നുപോയി എന്നുള്ളതാണ് വിഷയം. അലാ ഗൈരി വജിഹിഹ, ഒറ്റ വാക്ക് പറഞ്ഞു, അലാ ഗൈരി വജിഹിഹ, അതിന്റെ രീതി അല്ലാത്തതിന്റെ മേൽ, പറയാൻ പാടില്ലാത്ത സ്ഥലത്ത് പറഞ്ഞു. ഇത് അന്നേരത്തിൽ നൂദിയ, അദ്ദേഹത്തിന് വിളിക്കപ്പെട്ടു. ഫലാ തസ്അൽനി, വിളിച്ചു പറയപ്പെട്ടു. ഫലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽമ്, ഫലാ തസ്അൽനി ചോദിക്കരുത്, നീ എന്നോട് നീ ചോദിക്കരുത്, മാ ലൈസ ലക ബിഹി ഇൽമുൻ, മാ ഒന്നിനെ, ലൈസ ലക നിനക്കില്ല, ബിഹി അതിനെക്കുറിച്ച്, ഇൽമുൻ ഒരു ഇൽമും ഇല്ല, നിനക്ക് ഇൽമില്ലാത്ത ഒരു കാര്യം നീ എന്നോട് ചോദിക്കരുത്. ഇന്നി അഅ്ദുക നൂഹേ, ഞാൻ നിന്നെ ഉപദേശിക്കുകയാണ്, അൻ തകൂന നീ ആകുന്നതിനെ തൊട്ട്, മിനൽ ജാഹിലീൻ ജാഹിലുകൾപ്പെട്ടവനാകുന്നതിനെ തൊട്ട് ഞാൻ നിന്നെ ഉപദേശിക്കുകയാണ്. വളരെ ഗൗരവമുള്ള കാര്യമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹത്താ എത്രത്തോളം റുവിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു, ഫി ബഅദിൽ അഖ്ബാരി ചില നിവേദനങ്ങളിൽ, അന്വയിച്ചമായും നൂഹ് അലൈഹിസ്സലാം ലം യർഫഉ റഅസഹു അദ്ദേഹത്തിന്റെ തലയെ അദ്ദേഹം ഉയർത്തിയിട്ടില്ല, ഇലസ്സമായ ആകാശഭാഗത്തേക്ക്, ഹയാ മിനല്ലാഹി അള്ളാഹു എന്നുള്ള ലജ്ജയുടെ പേരിൽ, 40 സനത്തൻ 40 വർഷത്തോളം തല ഉയർത്തിയിട്ടില്ല. നൂഹ് അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് നൂഹ് നബി അലൈഹി ഇസ്ലാമിനോടുള്ള അള്ളാഹുവിന്റെ ഇടപെടൽ, ഷെയ്ഖുൽ അംബിയയോടുള്ള. സുമ്മ പിന്നീട് ഇന്ന ഇബ്രാഹിമ ഖലീലുല്ലാഹി, ഖലീൽ അല്ലാഹി അലൈഹിസ്സലാം, ലം യകുൻ മിൻഹു അദ്ദേഹത്തിന് ഉണ്ടായില്ല, ഇല്ലാ ഹഫ്വത്തുൻ വാഹിദത്തുൻ ഒറ്റ ഒരു വഴുതലല്ലാതെ ഉണ്ടായിട്ടില്ല, സല്ലത്തുൽ ഖദം ഒറ്റ കാര്യം, വഗ്ഫിർ ലി അബീന്ന്, പാപിയായ പിതാവിന് വേണ്ടി അദ്ദേഹം ദുആ ചെയ്തു, വഗ്ഫിർ ലി അബീ, എന്റെ പിതാവിന് നീ പുറത്തു കൊടുക്കണേ. ഇത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റ്. മഹാന്മാര് പറയുന്നത്, വേറെ ചില മഹാന്മാര് പറയുന്നത് അതിനെ തെറ്റായിട്ട് എണ്ണാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് 2-3 കളവ് വന്നു എന്നുള്ളതാണ്. കളവ് എന്ന് പറഞ്ഞാല് പിന്നെ അദ്ദേഹം വിഗ്രഹാരാധകര് അദ്ദേഹത്തിനെ ഉത്സവത്തിന് വിളിച്ച അവസ്ഥ അദ്ദേഹം പറഞ്ഞു, ഇന്നീ സഖീം, ഞാൻ രോഗിയാണെന്ന് പറഞ്ഞു. ബാഹ്യമായ രോഗമില്ലായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം വിഗ്രഹങ്ങൾ തച്ചുടച്ച് കഴിഞ്ഞിട്ട് ചോദിച്ചപ്പം, നീയാണോ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബൽ ഫഅലഹു കബീറുഹും ഹാദാ, അതിലെ ഏറ്റവും വലിയ ആളാണ് അത് ചെയ്തത്, ചോദിച്ചു നോക്കാൻ പറഞ്ഞു. രണ്ടും യഥാർത്ഥത്തിൽ കളവല്ല. ഇന്നീ സത്യം തന്നെ മാനസികമായ നിങ്ങളുടെ ദൗർബല്യമായ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കാരണമായി എനിക്ക് മാനസിക രോഗം വന്നിരിക്കുന്നു അദ്ദേഹം പറഞ്ഞത്. അത് തെറ്റല്ല പറഞ്ഞത്. അതുപോലെ തന്നെ ബൽ ഫഅലഹു കബീറുഹും, അവരിലെ വലുത് ചെയ്തു എന്ന് പറഞ്ഞാൽ ശരിയാണ്. വിഗ്രഹം എത്ര വെളുപ്പുള്ളതാണെങ്കിലും അത് വലുതാവില്ല, ജീവനുള്ളതാണ് വലുതാവുന്നത്. ആ കൂട്ടത്തിൽ വലുത് ഇബ്രാഹിം അലൈഹി ഇസ്ലാം തന്നെയാണ്. അദ്ദേഹം തൗരിയത്ത് ആയിട്ട് പറഞ്ഞതാണ്. കിനായത്തിന്റെ ഒരു വകുപ്പാണ് തൗരിയത്ത്. കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു മാന തോന്നും, വേറൊരു മാനയിൽ പറയുക. അല്ലെങ്കിൽ ഈ പറഞ്ഞത് പിതാവിനെ വേണ്ടി അദ്ദേഹം ദുആ ചെയ്തത്, ഇങ്ങനെ എന്തോ ഒരു ഹഫ്വത്ത് ഉണ്ടായി. ഫക്കം എത്രയോ ആണ് ഖാഫ അദ്ദേഹം ഭയപ്പെട്ടത്, തളറ അദ്ദേഹം താഴ്മ കാണിച്ചത്. ഫഖാല അദ്ദേഹം പറഞ്ഞു, വല്ലദീ അത്മഉ അൻ യഗ്ഫിറ ലീ ഖതീഅതി യൗമദ്ദീൻ, വല്ലദീ വലല്ലാഹു അത്മഉ ഞാൻ പ്രതീക്ഷിക്കുന്നു, ഞാൻ ആശിക്കുന്നു, അൻ യഗ്ഫിറ ലീ എനിക്ക് അവൻ പുറത്തു തരണമെന്ന്, ഖതീഅതി എന്റെ പിഴവിനെ എനിക്ക് അവൻ പുറത്തു തരണമെന്ന്, യൗമദ്ദീൻ വല്ലദീ അത്മഉ അൻ യഗ്ഫിറ ലീ ഖതീഅതി യൗമദ്ദീൻ. അദ്ദേഹം ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. ഹത്താ എത്രത്തോളം റുവിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, അന്നഹു കാന യബ്കി അദ്ദേഹം കരയുമായിരുന്നു, മിൻ ശിദ്ദത്തിൽ ഖൗഫി ഖൗഫിന്റെ ശിദ്ദത്തിനാൽ അദ്ദേഹം കരയുമായിരുന്നു. ഫയുർസിലുല്ലാഹു തആല ഇലൈഹി അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് അള്ളാഹു അയക്കും, അൽ അമീന ജിബ്രീൽ അലൈഹിസ്സലാം, മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയക്കും. ഫയഖൂലു അദ്ദേഹം പറയും, യാ ഇബ്രാഹിമു ഹൽ റഅയ്ത നീ കണ്ടിട്ടുണ്ടോ, ഖലീലൻ ഒരു ഖലീലിനെ, യുഅദ്ദിബു ഒരു ഖലീലിനെ ഒരു ആത്മമിത്രത്തെ നീ കണ്ടിട്ടുണ്ടോ, യുഅദ്ദിബു
ആ ആത്മമിത്രം ശിക്ഷിക്കുന്നതായി നീ കണ്ടിട്ടുണ്ടോ? ഖലീലഹു, തന്റെ ആത്മമിത്രത്തെ. ഒരു ആത്മമിത്രം വേറൊരു അയാളുടെ മിത്രത്തിനെ ശിക്ഷിക്കുന്നതായി നീ കണ്ടിട്ടുണ്ടോ? ബിന്നാരി, തീ കൊണ്ട്. അപ്പൊ പിന്നെ നീ അള്ളാഹുവിന്റെ ഖലീലല്ലേ താങ്കൾ അള്ളാഹ് ശിക്ഷിക്കുമോ? ഫയഖൂൽ, അപ്പൊ ഖലീലുള്ളാഹി പറയും, യാ ജിബ്രീൽ, ജിബ്രീലേ, ഇദാ ദക്കർതു, ഞാൻ ഓർക്കുമ്പോൾ, ഖതിയത്തി, എന്റെ പിഴവിനെ കുറിച്ച് ഓർക്കുമ്പോൾ, നസീതു ഖുല്ലതഹു, അള്ളാഹുമായിട്ടുള്ള ആ ആത്മബന്ധത്തിനെ ഞാൻ മറന്നു പോകുന്നു. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഖലീലുള്ളാഹിയുടെ കാര്യം പറയുന്നത്, നമ്മുടെ കാര്യം എങ്ങനെയാകും? അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് തെറ്റുകൾ മാത്രമേ നമുക്കുള്ളൂ, നന്മകളില്ല, തിന്മകൾ മാത്രമേ നമുക്കുള്ളൂ. പിന്നീട് മൂസ ബിൻ ഇമ്രാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, ലം യകുൻ മിന്നു, അദ്ദേഹത്തിൽ നിന്നുണ്ടായില്ല, ഇല്ലാ ലതുമത്തുൻ വാഹിദത്തുൻ, ഒറ്റ ഒരു അടി അല്ലാതെ ഉണ്ടായില്ല, അൻ ഹിദ്ദത്തിൻ, ശക്തമായിട്ട് ഒരടി, ശക്തമായ കോപത്തോടു കൂടിയുള്ള ഒരടി, അതാണ് ഹിദ്ദത്ത്. ശക്തമായ കോപത്തോടു കൂടിയുള്ള ഒരു അടി മാത്രമാണ് ഉണ്ടായത്. ഒരു പിന്നെ കിബിത്തിയെ, കോപ്റ്റിക് വംശജനെ ഒറ്റയടിക്ക് അദ്ദേഹം കൊന്നുകളഞ്ഞില്ലേ, അതിനെപ്പറ്റിയാ പറഞ്ഞു. ഫകം, എത്രയാണ്, ഖാഫ, അദ്ദേഹം ഭയപ്പെട്ടത്, വതളറ, അദ്ദേഹം താഴ്മ കാണിച്ചത്, വസ്തഗ്ഫറ, അദ്ദേഹം പൊറുക്കലിനെ തേടിയത്, വഖാല, അദ്ദേഹം പറഞ്ഞു, റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർലി, റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർലി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. റബ്ബി, എന്റെ രക്ഷിതാവേ, ഇന്നി, നിശ്ചയമായി ഞാൻ, ളലംതു നഫ്സി, എന്റെ നഫ്സിനെ ഞാൻ ആക്രമിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഫഗ്ഫിർലി, നീ എനിക്ക് പുറത്തു തരണേ. റബ്ബി, എന്റെ രക്ഷിതാവേ, ഇന്നി, നിശ്ചയമായി ഞാൻ, ളലംതു നഫ്സി, ഞാൻ എന്റെ നഫ്സിനോട് അക്രമം ചെയ്തിരിക്കുന്നു, ഫഗ്ഫിർലി, അതുകൊണ്ട് എനിക്ക് നീ പുറത്തു തരണേ. റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർലി. പിന്നീട് ഫി സമാനിഹി, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുള്ള ആളാണ് ബൽഅം ബിനു ബാഊറ എന്ന വ്യക്തി. ബനൂ ഇസ്രായേലിലെ വലിയൊരു പണ്ഡിതനായിരുന്നു, ആ കാലഘട്ടത്തിൽ വലിയ പുള്ളിയായിരുന്നു. കാന, അദ്ദേഹമായിരുന്നു, ബിഹൈസു, ഈ നിലയിലായിരുന്നു, ഇദാ നളറ, അയാൾ നോക്കിയാൽ, ഇലസ്സമായി, ആകാശത്തിലേക്ക് നോക്കിയാൽ, യറൽ അർശ, അല്ലാഹുവിന്റെ അർശിനെ അയാൾ കാണുമായിരുന്നു. അത്രയും വലിയ പുള്ളിയാണ്. വഹുവ, അതാണ്, അൽ മഅനിയു, ഉദ്ദേശിക്കപ്പെടുന്നത്, ബി ഖൗലിഹി തആല, അല്ലാഹുവിന്റെ ഈ വാക്കുകൊണ്ട്, വത്ലു അലൈഹിം നബ അല്ലദീ ആതൈനാഹു ആയാതിനാ, വത്ലു അലൈഹിം, നബി അങ്ങ് അവർക്ക് ഓതിക്കൊടുക്ക്, നബ അല്ലദീ, ഒരാളുടെ വാർത്തയെ അങ്ങ് ഓതിക്കൊടുക്ക്. എങ്ങനത്തെ ആളാണ്? ആതൈനാഹു, നാം അയാൾക്ക് നൽകി, ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നൽകി. ആ ദൃഷ്ടാന്തങ്ങളാണ് ഈ പറഞ്ഞത്. നേരെ ആകാശത്ത് ഭാഗത്തേക്ക് നോക്കുമ്പോൾ അർശ് കാണുമായിരുന്നു. ഫൻസലഖ, അയാൾ ഊരിപ്പോയി, മിന്ന, ആ ആയത്തുകളിൽ നിന്നെല്ലാം അയാൾ ഊരിപ്പോയി. അതൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് അതൊന്നെല്ലാം അയാൾ ഊരിപ്പോയി. എന്താ സംഭവിച്ചത്? ഫലം യക്കുൻ മിൻഹു, അദ്ദേഹത്തിൽ നിന്ന് അയാൾ ഒന്നും ഉണ്ടായില്ല, ഇല്ല അന്നഹു മാല, അയാൾ ചാഞ്ഞു എന്നുള്ളതല്ലാതെ, ഇല ദുന്യാ, ദുന്യാവിലേക്ക്, വാഹിലിയ, ആ ദുന്യാവിന്റെ ആൾക്കാരിലേക്കും ചാഞ്ഞു, മൈലത്തം വാഹിദത്തൻ, ഒറ്റ ഒരു ചായൽ ചാഞ്ഞു. അതായത് അയാള് ബനി ഇസ്രായേലിലെ വലിയ പുള്ളിയായിരുന്നു, സൂഫി ആയിരുന്നു, എല്ലാമായിരുന്നു. മൂസാ നബി ഇസ്ലാം വന്നപ്പോ മൂസാ അലി ഇസ്ലാമിന്റെ ശത്രുക്കൾ അദ്ദേഹത്തിനെതിരെ ദുആ ചെയ്യാൻ വേണ്ടി ഇയാളെ സമീപിച്ചു. ഇയാൾ മുസ്തജാബ് ദുആയായിരുന്നു, കൈ ഉയർത്തിയ അയാളുടെ ദുആ അള്ളാഹു സ്വീകരിക്കുമായിരുന്നു. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് എതിരെ ദുആ ചെയ്യാനായി ബൽഅമിനോട് അയാളെ പോയി സമീപിച്ചു. അപ്പോ അയാൾ അവരെ ആട്ടി ഓടിച്ചു. അള്ളാഹുവിന്റെ കലീമാണെന്ന് പറഞ്ഞ ആൾക്കെതിരെ ഞാൻ ദുആ ചെയ്യുക ഒരിക്കലും ചെയ്യുകയില്ല. പക്ഷേ അവര് നിരാശരായില്ല. അവര് നേരെ ഇയാളുടെ ഭാര്യയുടെ അടുക്കൽ പോയി കുറെ കൈമടക്കും സാധനങ്ങളും എല്ലാമായിട്ട് പോയി സോപ്പിട്ട് ചാക്കിലാക്കി. അങ്ങനെ ഭാര്യ ഇയാൾ മടങ്ങി വന്നപ്പോ ഇയാളോട് പറഞ്ഞ് അവസാനം ഇയാൾ സമ്മതിച്ചു, മൂസാ അലൈഹി ഇസ്ലാമിനെതിരെ ദുആ ചെയ്യാൻ സമ്മതിച്ചു. അങ്ങനെ അയാൾ സുജൂദിൽ കിടന്ന് മൂസാ അലൈഹി ഇസ്ലാമിനെതിരെ ദുആ ചെയ്തു എന്നാണ്. ഇതിന്റെയൊക്കെ ഹിക്മത്ത് നമുക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അതൊക്കെ ശരിയാണോ? ഒരു നബിക്കെതിരെ ഒരാൾക്ക് ദുആ ചെയ്യാൻ കഴിയുമോ? ആ ദുആ സ്വീകരിക്കപ്പെടുമോ? അതെങ്ങനെയാണ് ശരിയാകുന്നത്? ഇങ്ങനെ കുറെ സംശയങ്ങളെല്ലാം നമുക്ക് വരും. ഇത് സൂഫി കിതാബാണ്.
സൂഫി ഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ട കാര്യങ്ങളാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അറാഫിൽ അള്ളാഹു ബൽആമിന്റെ കഥ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വിശദീകരണം മഹാന്മാർ നമുക്ക് തന്നിട്ടുണ്ട്. ആ വിശദീകരണമാണ് ഈ പറയുന്നത്. അയാൾ പിന്നെ യാത്ര ചെയ്തു, ദുആ ചെയ്യാൻ വേണ്ടി പോകുന്ന വഴിക്കെല്ലാം മരങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു, എടാ പൊട്ടാ പോകല്ലേ, അള്ളാഹുവിന്റെ കരീമിനെതിരെ ദുആ ചെയ്യാൻ പോകല്ലേ. അയാളതൊന്നും വകവെച്ചില്ല. കാരണം അയാൾക്ക് കിട്ടുന്ന ദുന്യാവിന്റെ ആ ഉന്നതമായ അനുഗ്രഹങ്ങളെല്ലാം ഓർത്ത് അയാൾ ദുആ ചെയ്യാൻ പോയെന്നാണ്. ഒരു ദുആയല്ലേ ഉള്ളൂ, വേറൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അയാൾ പോയി. കരീമുല്ലാഹി മൂസ അലൈഹി ഇസ്ലാമിന്റെ സ്ഥാനം അയാൾക്ക് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ അയാൾ അല്പനേരത്തേക്ക് അതിനെ മറന്നുപോയി. പിന്നീട് അയാള് കുറെ അങ്ങോട്ട് പോയപ്പോൾ ഇയാള് യാത്ര ചെയ്ത വാഹനം, കഴുത അല്ലെങ്കിൽ കുതിര അല്ലെങ്കിൽ ഒട്ടകം, അത് മുട്ടുകുത്തി. അത് വേഗം പോകുന്നില്ല. ഒരുപാട് അടിച്ചിട്ടൊക്കെ നോക്കി, രക്ഷയില്ല. കുറെ കഴിഞ്ഞപ്പോൾ ആ വാഹനം തന്നെ പറഞ്ഞു എന്നാണ്, എടാ നീ എങ്ങോട്ടാ പോകുന്ന അറിയാവോ? അള്ളാഹുവിന്റെ കരീമിനെതിരെ ദുആ ചെയ്യാനല്ലേ. അപ്പോഴും അയാൾ അന്ധനായിട്ട് മാറി, അയാൾ ബധിരനായിട്ട് മാറി. അയാൾ ആ വാഹനത്തിനെ വലിച്ചെറിഞ്ഞിട്ട് നേരെ നടന്നുപോയി മലയുടെ മുകളിൽ പോയി സുജൂദ് ചെയ്ത് മൂസ അലൈഹി സ്വലാമിനെതിരെ ദുആ ചെയ്തു. അയാൾ ഇറങ്ങി വന്നിട്ട് ബനി ഇസ്രായേൽ ജനതയോട് പറഞ്ഞു, നിങ്ങൾ സുന്ദരിമാരായ പെണ്ണുങ്ങളെ മൂസയുടെ അനുയായികളുടെ അടുക്കിലേക്ക് തുറന്നു വിടണം, അവർ വേണ്ടാത്തൊക്കെ ചെയ്യട്ടെ. അങ്ങനെയാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികൾ പെട്ട ആരും തന്നെ സുന്ദരികളെ പിടിക്കാൻ നിന്നില്ല. മൂസാ അലൈഹി ഇസ്ലാം പറഞ്ഞു, അള്ളാഹുവിന്റെ പരീക്ഷണമാണ്, നിങ്ങൾ ആരും അതിനെ സമീപിച്ചു പോകരുത്, വ്യഭിചാരത്തിന്റെ പിറകെ പോലും. ഒരു ഹമക്ക് ഒരു പെണ്ണുമായി ബന്ധപ്പെട്ടു, പരസ്യമായി തന്നെ വ്യഭിചരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അവസാനം മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികൾ 7 ലക്ഷത്തോളം കോളറ ബാധിച്ചു മരിച്ചുപോയി എന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട്. അതാണ് ഈ പറഞ്ഞത്. ഒരു ചായൽ മാത്രം ചാഞ്ഞു, തറക്ക അയാൾ ഉപേക്ഷിച്ചു, ലിവലിയിമ്മിൻ ഔലിയാഇഹി, അള്ളാഹുവിന്റെ ഔലിയാക്കൾപ്പെട്ട അള്ളാഹുവിന്റെ സ്നേഹിതന്മാരിൽപ്പെട്ട ഒരു സ്നേഹിതന് ഹുർമത്തൻ വാഹിദത്തൻ, ഒറ്റ ഒരു ആദരവിനെ ഉപേക്ഷിച്ചു. ഇവിടെ സ്നേഹിതൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂസ അലൈഹി സ്വലാമാണ്. അപ്പൊ എന്ത് ചെയ്തു? ഫസലബഹുല്ലാഹു, അള്ളാഹു താല അയാളെ ഊരിക്കളഞ്ഞു. അയാൾക്ക് മാരിഫത്ത്, അള്ളാഹുവിന്റെ മാരിഫത്തിനെ അള്ളാഹു അയാൾ ഊരിക്കളഞ്ഞു. വജഅലോ, അയാളെ അള്ളാഹു ആക്കി ബി മൻസിലത്തിൽ കൽബി അൽ മത്രൂദി, ആട്ടി ഓടിക്കപ്പെട്ട പട്ടിയുടെ സ്ഥാനത്താക്കി. ഫഖാൽ, അള്ളാഹ് പറഞ്ഞു, ഫമസലുഹു കമസലിൽ കൽബ് ഇൻ തഹ്മിൽ അലൈഹി യൽഹസ്. ഫമസലുഹു, അവന്റെ ഉപമ കമസലിൽ കൽബി, ഒരു പട്ടിയുടെ ഉപമ പോലെയാണ്. പട്ടിയുടെ പ്രത്യേകത എന്താ? ഇൻ തഹ്മിൽ അലൈഹി, നീ ആ പട്ടിയുടെ മേൽ അക്രമം കാണിച്ചാൽ യൽഹസ്, അത് നാക്ക് നീട്ടും. വഇൻ തത്രുക്കുഹു യൽഹസ്, അതിനൊന്നും ചെയ്യാണ്ട് വിട്ടാലും അത് നാക്ക് നീട്ടും. അങ്ങനത്തെ പട്ടിയെ പോലെയാണ്. അങ്ങനെ ഫൗഖഅഹു, അയാളെ അല്ലാഹു തആല ആക്കി, വീഴ്ത്തി കളഞ്ഞു, ഫി ബഹരിൽ വലാലി വൽ ഹലാക്കി, വഴികേടിന്റെയും നാശത്തിന്റെയും സമുദ്രത്തിലേക്ക് വീഴ്ത്തി കളഞ്ഞു. ഇലാ ആഖിറിൽ അബദി, കാലാകാലം വരെ. ഹത്താ, എത്രത്തോളം? സമയത്തു, ഞാൻ കേട്ടിട്ടുണ്ട്, ബഅദൽ ഉലമാ, ചില പണ്ഡിതന്മാരെ ഞാൻ കേട്ടു, യഖൂൽ, അദ്ദേഹം പറയുന്നതായിട്ട്, ഇന്നഹു, നിശ്ചയമായും അയാള്, കാന അയാളായി, ഫി അവ്വലി അംരിഹി, അയാളുടെ ആരംഭ കാലഘട്ടത്തിൽ അയാളായിരുന്നു, ബിഹൈസു, ഈ നിലയിലായിരുന്നു. ഏത് നിലയില്? യകൂന, അയാളാവും, ഫി മജ്ലിസി, അയാളുടെ മജ്ലിസില്. ഇൽമു പഠിപ്പിക്കുകയാണ്. അയാളുടെ മജ്ലിസിൽ ഉണ്ടാകും, യകൂനു ഫി മജ്ലിസിഹി, അയാളുടെ മജ്ലിസിൽ ഉണ്ടാകും, 12 അൽഫ മിഹ്ബറത്തിൻ, 12,000 മഷിക്കുപ്പികൾ, ലിൽ മുത്തഅല്ലിമീന, മുത്തഅല്ലിമുകൾക്ക് വേണ്ടി, അല്ലദീന യക്തുബൂന, അവർ എഴുതുമാനു, ഇയാളെ തൊട്ട് ഇൽമ എഴുതുന്ന 12,000 മഷിക്കുപ്പി. ഒരു മഷിക്കുപ്പിയിൽ 4-5 പേര് മുക്കിയാ എഴുതുന്നത്. അപ്പൊ ആൾക്കാർ എത്ര ഉണ്ടാവും? സുമ്മ, പിന്നീട് സ്വാറായാളായി, ബിഹൈസ്, ഈ നിലയില്, കാന, ഏത് നിലയില്? കാന, അയാളായി, അവ്വലമൻ, ആദ്യത്തെ ആളായി, സന്നഫ, ഒരു വിഭാഗത്തിൽ ആദ്യത്തെ ആളായി. എങ്ങനത്തെ വിഭാഗം? സന്നഫ, അയാൾ രചിച്ചു, കിതാബൻ, ഒരു കിതാബിനെ, വദക്കറ, അയാൾ പറഞ്ഞുകൊണ്ടിരുന്നു, ഫീ, ആ വിഷയത്തിൽ, ആ കിതാബിനെ അയാൾക്ക് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു. ആ കിതാബിൽ അയാൾ പറഞ്ഞു, എന്തു പറഞ്ഞു? അല്ലൈസ ലിൽ ആലമി സാനിഉൻ, ലോകത്തിനൊരു സൃഷ്ടാവില്ല, ലോകം തനിയെ ഉണ്ടായതാണ്. നിരീശ്വരവാദം ആദ്യമായി പ്രചരിപ്പിച്ചത് ഇതേ ബൽആമാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നഊദു ബില്ലാഹ്, സുമ്മ നഊദു ബില്ലാഹി മിൻ സഖതിഹി, അവന്റെ കോപത്തിൽ നിന്നും, വമിൻ ഗളബിഹി അദാബിഹിൽ അലീം, അലീമായ അവന്റെ ശിക്ഷയിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. വഫളീഇ ഖിദ്ലാനിഹി, അവന്റെ വളരെ മോശമായ നിന്ദതയിൽ നിന്നും. അല്ലത്, എങ്ങനത്തെ നിന്ദതയാണ്? ലാ താഖത ലനാ, നമുക്ക്
യാതൊരു കഴിവുമില്ല ബിഹി അത് സഹിക്കാൻ. ഫളിഅ് എന്ന് പറഞ്ഞാൽ നികൃഷ്ടമായത്, ഖിദ്ലാൻ നിന്യത, താഴ്ത്തിക്കെട്ടൽ, നികൃഷ്ടമായ താഴ്ത്തിക്കെട്ടൽ. ഫന്ദുർ നീ നോക്ക്, ഇലാ ഖുബ്സി ദുന്യ ദുന്യാവിന്റെ നികൃഷ്ടതയിലേക്ക് നീ നോക്ക്, വശുഉമിയ അതിന്റെ ശുഉമ് അതിന്റെ ശകുനം ദുശകുനത്തിലേക്ക് നീ നോക്ക്. മാതാ യജ്ലിബുൽ ഉലമായി മാതാ എന്തിനെയാണ് യജ്ലിബു ആ ദുന്യാവ് വലിച്ചുകൊണ്ടുവരുന്നില്ല ഉലമായി ഉലമാഇന് ഇയാൾ വലിയ ആര്യമായിരുന്നല്ലോ ബൽആം. ഖാസത്തൻ പ്രത്യേകിച്ച് ഉലമാക്കൾക്ക് എന്തെല്ലാമനെയാണ് അപകടത്തിനെ വലിച്ചു കൊണ്ടുവരുന്നത്. ഫതനബ്ബഹ് നീ ഉണര്, കാരണം ഫൈനൽ അംറ കാര്യം ഖതീറുൻ അപകടമാണ് കാര്യങ്ങൾ നമ്മുടെ എല്ലാം. വൽ ഉംറു ജീവൻ ആയുസ് ഖസീറുൻ വളരെ കുറവാണ്. വഫിൽ അമലി അമലിലുണ്ട് തഖ്സീറുൻ ഒരുപാട് ന്യൂനതയുണ്ട്. വന്നാഖിദു അമലിനെ മാറ്റിവെച്ച് നോക്കുന്ന വ്യക്തി ബസീറുൻ ഉൾക്കാഴ്ച ഉള്ളവനാണ്. ഫൈൻ ഖതമ അവൻ അവസാനിപ്പിച്ചാൽ ബിൽ ഖൈരി ഖൈറ് കൊണ്ട് അഅമാലന നമ്മുടെ അമലുകളെ അവസാനിപ്പിച്ചാൽ വഅഖാലന നമുക്കവൻ പുറത്തു തന്നാൽ അസറ ഉയർത്തി കളഞ്ഞാൽ അസറാത്തിന നമ്മളുടെ ഇടറലുകളെ കാലിടറലുകളെ അവൻ നമ്മിൽ നിന്നും ഉയർത്തി കളഞ്ഞാൽ നാം രക്ഷപ്പെട്ടു. ഫമാദാലിക്ക് അതല്ലാലെ അവന്റെ മേൽ ബ്യാസീരിൻ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, വളരെ പ്രയാസകരമായ കാര്യമല്ല. അള്ളാഹു നമുക്കത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയുമുണ്ട് ആ വിഷയങ്ങൾ. അള്ളാഹു കേൾക്കാൻ തൗഫീഖ് ചെയ്യട്ടെ.